കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. ഏകദേശം 2 കോടിയോളം ആൾക്കാരാണ് വെറും 2 ദിവസം കൊണ്ട് ഈ മൂവിയുടെ ട്രെയിലർ യൂട്യൂബിൽ കണ്ടത്. ലവ് ജിഹാദ് പ്രമേയമാക്കിക്കൊണ്ട് കമാഖ്യ നാരായൺ സിംഗ് ഒരുക്കുന്ന ചിത്രം. ന്യായം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ചലച്ചിത്ര ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതൊക്കെ അല്പം കടന്നുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ ജനങ്ങളിൽ കണ്ടുവരുന്ന ഒത്തൊരുമ, ജാതി ഭേദമന്യേ പാറശാല മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന മതസൗഹാർദ്ദം, ഇതാണ് ട്രിഗർ പോയിന്റ്, അല്ലെങ്കിൽ ക്ലിയർ പ്രൊപ്പഗണ്ട. അയ്യപ്പ ഭക്തന്മാർ വാവൂർസ്വാമിയെ കണ്ടു വണങ്ങുന്നതും ഓച്ചിറയിലെ അന്നദാനം മതഭേദമന്യേ നടത്തുന്നതും ഇക്കഴിഞ്ഞ ദിവസം തെയ്യം തുള്ളലും മസ്ജിദിലെത്തിയതും, ഇതാണ് കേരളത്തിൻ്റെ പേരിലുള്ള ട്രൂ ഇൻസിഡൻസ്. അല്ലാതെ അങ്ങ് മധ്യപ്രദേശിൽ നടന്ന ബീഫ് തീറ്റിച്ച സംഭവം കേരളത്തിൻ്റെ തോളിലേക്ക് കയറ്റിവെക്കല്ലേ. ഞങ്ങൾ എല്ലാവർക്കും, ആണും പെണ്ണും അടക്കം കേരളത്തിൽ എല്ലാ മതക്കാരും ബീഫ് തിന്നുന്നവരാണ്, തിന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നവനെ പൂജിച്ചുകൊണ്ട് നടക്കുന്നവർക്കും, ഇല്ലാ കഥകൾ പറഞ്ഞ് ബാബരി മസ്ജിദ് നശിപ്പിച്ചവരുടെയും ഒന്നും തലയിൽ ഇതിലും നീച ചിന്തകൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിനെ തീരെ അവഗണിച്ചേക്കുക. കാരണം അവർ പറയാൻ ശ്രമിക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഈ സിനിമ എന്തായാലും തിയേറ്ററുകളിലെത്തും. നമ്മൾ തിയേറ്റർ കത്തിക്കാനൊന്നും പോകണ്ട. അവർ കത്തിക്കാൻ കൊണ്ടുവന്നത് നനഞ്ഞ പടക്കമാണെന്ന് മനസ്സിലാകുമ്പോൾ പത്തി മടക്കി പോയിക്കോളും. തീയിൽ മുളച്ചതിനെയാ തീപ്പെട്ടി ഉരച്ച് പേടിപ്പിക്കുന്നത്. ഒന്ന് പോ എൻ്റെ നാരായൺ സിംഗെ. ഞങ്ങൾക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. ഈ റമദാൻ മാസത്തിൽ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ നോമ്പ് നൂറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് അവരോടൊപ്പം. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. പതിവ് പോലെ ദയവ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ആൻഡ് ഫോളോ മീ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.